ഉത്തര മലബാറിൽ കർക്കടക മാസത്തിൽ വീടുകളിൽ ഐശ്വര്യം പകരാൻ വേടനെത്തുന്ന ദിനങ്ങളാണ് ഇനിയുള്ളത്. ഈ ദിവസങ്ങളിൽ കോഴിക്കോട് കുറ്റ്യാടി മേഖലയിൽ വിശ്വാസികൾ നിലവിളക്ക് കൊളുത്തി വേടൻ പാട്ടിനായി കാത്തിരിക്കും. ഓണത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരു പരമ്പരാഗത അനുഷ്ഠാനമാണിത്. പഞ്ഞമാസമായ കർക്കിടകത്തിലെ വറുതി മാറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. വേടൻപാട്ടും കാലൻപാട്ടും കഴിഞ്ഞ് ഭഗവതിയുടെ പ്രതീകമായ ശീബോധി കെട്ടി പാട്ടും പാടി വീടുകൾ തോറും കയറിയിറങ്ങുന്നതാണ് പതിവ്. പാട്ടുപാടുന്നയാൾ കയ്യിലെ ഉരുട്ടുചെണ്ട കൊട്ടും. പ്രത്യേക താളത്തിലുള്ള ഈ കൊട്ട മറ്റു വീടുകളിൽ നിന്നും കേൾക്കുമ്പോഴേക്കും സമീപത്തെ വീട്ടുകാരെല്ലാം വിളക്കും ഗുരുസിയും തയ്യാറാക്കി വെക്കും. ആടിയ ശേഷം മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത ഗുരുസി വെള്ളം വടക്കോട്ട ചുറ്റും ഒഴിക്കുന്നതോടെ ദോഷങ്ങൾ പടിയിറങ്ങിയെന്നാണ് വിശ്വാസം. തുടർന്ന് 4ാം തവണ ഇവർ തന്നെ ഓണപ്പൊട്ടന്മാരായി എത്തുകയും ചെയ്യും. മലയ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ആചാരം നടത്തിവരുന്നത്. വേടന് പണവും അരിയും ദക്ഷിണയായി നൽകി വരുന്നു. വർഷങ്ങളായി തുടരുന്ന ആചാരമാണിതെന്നും ഇന്ന് ഇത് അന്യം നിന്നു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയെന്നും തെയ്യം കലാകാരൻ രാജൻ പണിക്കർ പറഞ്ഞു. അപ്പൊ നമ്മള് മനസ്സിങ്ങനെ പഠിച്ച് അതിങ്ങനെ മരവിച്ചു പോവുക, ഇങ്ങനെ നിർജ്ജലമായി പോകുന്ന അവസ്ഥയാണ്. 51 വർഷമായി. എനിക്ക് 62ാമത്തെ വയസ്സാണ്. 10 വയസ്സിൽ ഇറങ്ങിയില്ല. ഈ ഓരോ വീടിന്റെയും കലി നീങ്ങാൻ വേണ്ടിയും അത്തരം ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തി വരുന്നത്. കുറ്റ്യാടി മേഖലയിലെ പഴയ തലമുറക്കാരായ ഒട്ടേറെ പേർ വേടൻപാട്ടുമായി വീടുകളിൽ എത്താറുണ്ടായിരുന്നു. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ടവർ കൂടുതലായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.